വെൽക്കം ടു സ്റ്റോറി. പൂച്ച ജീവിതത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ കിങ്ങിണിപുരത്തെ മറ്റൊരു പ്രഭാതം. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്നാണ് ഒരു കാര്യം ഓർമ്മ വന്ന് ചാടി എഴുന്നേറ്റത്. മതിലിന് മുകളിൽ കയറി പുറത്തേക്ക് നോക്കി. ചുറ്റും മഞ്ഞപ്പൂക്കൾ പൂത്തിരിക്കുന്നു. ഞാൻ ഓടി കലണ്ടറിൽ ചെന്ന് നോക്കി. അതെ, ഏപ്രിൽ 14 ഇന്നാണ് വിഷു. കഴിഞ്ഞ വിഷു ദിനത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ എനിക്ക് 1 വയസ്സായിരിക്കുന്നു. എന്റെ 1ാം പിറന്നാൾ ആഘോഷിച്ചിട്ട് തന്നെ കാര്യം. വേഗം ചെന്ന് മുതലാളിയോട് പറയട്ടെ. മുതലാളി, ഇങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. മുതലാളി, ഇന്നെന്റെ ബർത്ത്ഡേ ആണ് മുതലാളി. നമുക്ക് ഈ ബർത്ത്ഡേ ആഘോഷിക്കണ്ടേ മുതലാളി? ഇങ്ങനെ കേൾക്കുന്നില്ലല്ലോ. മുതലാളി കണി ഒരുക്കുന്ന തിരക്കിലാണെന്ന് തോന്നുന്നു. മുതലാളി, കേക്ക് വാങ്ങണം. ഇതൊന്ന് ആഘോഷിക്കണം മുതലാളി, ഇല്ലെങ്കിൽ ഞാൻ ഡിപ്രഷനായി പോവും. ഇതൊന്നും കേൾക്കാത്ത മുതലാളിയുടെ ചന്തിക്കിട്ട് ഞാൻ 2 മാന്ത വെച്ചു കൊടുത്തു. പിന്നെ അല്ല ദേഷ്യം വരില്ലേ? പക്ഷെ മുതലാളിയുടെ മനസ്സലിഞ്ഞു. ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കാം, നീ കൂട്ടുകാരെയൊക്കെ വിളിച്ചോ. പിണക്കം മാറ്റാൻ കുറച്ച് പാലും തന്നു. എന്ത് സ്നേഹമുള്ള മുതലാളി. എന്നിട്ട് എന്നെ തൂക്കിയെടുത്ത് കുളിപ്പിക്കാൻ കൊണ്ടുപോയി. നല്ല ഇളം ചൂടുവെള്ളത്തിൽ എന്നെ സോപ്പൊക്കെ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കുളിപ്പിച്ചു. ഈ മസാജൊക്കെ അങ്ങ് തായ്ലൻഡിൽ പോലും കിട്ടത്തില്ല, അത്രയ്ക്ക് നല്ല മസാജ്. എന്നും എന്റെ പിറന്നാളായിരുന്നെങ്കിൽ. മുതലാളി വിഷുക്കണി ഒരുക്കിയിട്ടുണ്ട്. ഇനി വേഗം പോയി പ്രാർത്ഥിക്കണം. അയ്യോ, ഇങ്ങനെ ഹെഡ് മസാജ് ചെയ്യല്ലേ മുതലാളി, ഞാൻ ഉറങ്ങിപ്പോവും. തായ്ലൻഡിൽ പോയ ഫീലാ. കുളിയെല്ലാം കഴിഞ്ഞു. ഇനി 1 മണിക്കൂറത്തെ പണിയുണ്ട്. ഇതെല്ലാം നക്കി തുടക്കണ്ടേ? ഞാൻ നേരെ കണി ഒരുക്കിയ സ്ഥലത്തേക്ക് പോയി. ഹായ്, എന്ത് നല്ല വിഷുക്കണി. കൃഷ്ണ, ഈ പിറന്നാള് ഗംഭീരമാക്കി തരണേ. കൃഷ്ണ, ഈ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയാണ് ബർത്ത്ഡേ ആഘോഷം. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് പോണേ. അപ്പോ എല്ലാവർക്കും ഹാപ്പി വിഷു. Thanks for watching. Like and subscribe.